അയ്യോ വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിൽ ഇത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. അതാ നല്ലത്, അതാ നല്ലത്. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്. പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം. അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കുവോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച വേണ്ട, നമ്മൾ എടുത്ത് ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത്, ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉത്തരവാദിത്തമില്ലാത്ത നായ്ക്കൾ. മറ്റുള്ളവർ കാണുന്നത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നതാ. അതെ, പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാർ. നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചത്. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടുകിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, 2 ചോട്ടാ കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ, ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള ഒപ്പ്. വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ദൈവം. എന്താ ലൗലോ? അയ്യോ, ചതിച്ചല്ലോ. എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള മുങ്ങിച്ചത്ത രുദ്രംപിള്ള ആയല്ലോ മറച്ചോനെ. പോയി അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവരും. ഇവരിതെങ്ങോട്ടാ? എങ്ങോട്ടായാലും ഇത്തവണ വിടില്ല. ആത്മഹത്യ പിന്നെ ചെയ്യാം.
ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മാഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്നലെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ ആകത്തുണ്ട്. ചേട്ടാ ഞാനും ഉണ്ട്. ചേട്ടാ പൂട്ടരുത് തുറക്ക. നീ അടച്ചോ ചേട്ടാ. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലവ്ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു. അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട. ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ്ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്ത് അവരുടെ കുടുംബം നന്നാക്കാനോ അല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്കവരെ മോചിപ്പിക്കാൻ. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തേ, come on. Stupid. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗത്ത് സൈഡിൽ ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന് പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരെ ആവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പി റിലീസ് பண்ண முடியும்? സർ, മുടിയാതെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് വിലയാ ഉണ്ടാകുക? അപ്പൊ அவங்க കസ്റ്റഡിയിൽ ഇരിക്കുന്ന VIPs? യെസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന VIPsനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പടി സർ? വഴിയെടുക്ക്. മിസ്റ്റർ വിജയകൃഷ്ണൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സങ്കേതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തില് വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ്റ്റർ വിജയകൃഷ്ണൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിങ്ങിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു 4 പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്ഷീണവും വരില്ല. അത് വേണം സർ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. അടച്ച വാതിൽ തള്ളി തുറന്നകത്ത് കയറിയതാ. ഇത് മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല. ഇതാ പറഞ്ഞത്, കള്ളന് പോലീസിന് മരണം ഒരുപോലെ തന്നെയാ. നായരേട്ടൻ പറഞ്ഞ വളരെ ശരിയാ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലവ്ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം കണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തുവരാൻ ഞങ്ങളും. ഇനിയിപ്പൊ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും പെട്ടുപോയില്ലേ? ഇനി ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളിയിൽ വിടുവോന്നാ സംശയം. അല്ലെങ്കിൽ നമ്മുടെ ഭരണം മന്ത്രി അടക്കം അവിടെ അകത്തെടുക്കുമ്പോഴാണ് അവൻ തൊഴിൽ. തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണാവോ? ഈ ഒരൊറ്റ കാരണം മതി മന്ത്രിസഭ താഴെ പോവാൻ. ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കഷ്ടതകൾ അനുഭവിച്ചാലേ നവനവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ. അതെ, ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തന്റെ ഈ നവ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്താ, സുഖം തന്നല്ലേ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ശരിയാ ചെയ്യുന്നത്. ഈ ഞാനും. ആ